നമ്മൾ ഭരിക്കുന്ന ആ ഒരു പുഴുക്കളായ അപ്പൂപ്പന്മാരുടെ സ്ട്രാറ്റജി, അത് ആ ഒരു പഴയ സ്ട്രാറ്റജി തന്നെയുണ്ട്. വന്നതും ഈ പറയുന്ന ജനറേഷൻ മാറിയതും അജണ്ട വന്നതും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു പഴയ സ്ട്രാറ്റജി പൊളിറ്റിക്സ് അല്ലേ, കസേര വിട്ടുപോകാതിരിക്കാനുള്ള പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാർട്ടി നിലനിൽക്കാനുള്ള പൊളിറ്റിക്സ്. അപ്പോൾ ആ വിഡിത്തരത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലാൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ട് ചെയ്ത് ഇന്നലെ രാത്രി. ഓക്കെ, അതായത് യങ്സ്റ്റേഴ്സ് എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തിരുത്തി, അവർക്ക് ശുദ്ധമായ വായു വേണം, ശുദ്ധമായ വെള്ളം വേണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അസുഖം വരും, പ്രാണവായു നശിക്കുന്നു, ഞങ്ങളെ കൊല്ലുന്നു, ചാകുന്നു, മരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അതായത് നേപ്പാളിലെല്ലാം പ്രൊട്ടസ്റ്റ് തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു തീത്തരിന്നാണ് വലിയൊരു ഘോരമായ ഒരു അഗ്നി പടരണത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഗ്നി പടരുമെന്ന് അവർക്ക് ഭയം തോന്നി. അതായത് വേറൊന്നുമല്ല, അങ്ങനെ അറസ്റ്റ് ചെയ്ത് മാറ്റി. പക്ഷേ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. കാരണം യങ്സ്റ്റേഴ്സ് അല്ലേ, യങ്സ്റ്റേഴ്സ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതൊരു പൊട്ടിത്തെറിക്കൽ തന്നെയായിരിക്കും. അതെല്ലാം ഇന്ത്യയിൽ ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, നട്ടിലുള്ള ആൾക്കാർ, ഓക്കെ, ആണും പെണ്ണും മിക്സ് ആയ ആൾക്കാരല്ല, ആണുങ്ങളും ആ ഒരു പെണ്ണുങ്ങളായിട്ടുള്ള ആൾക്കാർ എല്ലാം പ്രൊട്ടസ്റ്റ് തുടങ്ങും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ മന്ത്രിമാരെല്ലാം കൂടി, ആ ഒരു കുഞ്ഞി തലയല്ലേ, ആ ഒരു പുഴുക്കളുടെ തലയായതുകൊണ്ട് ആ ഒരു പഴയ സ്ട്രാറ്റജി തന്നെ, ഏടാ കുറച്ച് കാറ് കത്തിക്കുക, എന്നിട്ട് ടെറസിന്റെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ലോകം മൊത്തം ഇപ്പൊ ഡൽഹിയിൽ ടെററിസ്റ്റ് ആക്രമണം പോയി. അപ്പൊ ടെററിസ്റ്റുകൾ ഇങ്ങനെ ഓർക്കണ്ടേ, ഞങ്ങളിപ്പ അവര് തന്നെ കൊണ്ടുവന്ന് കാറ് കൊടുത്തിച്ചു. ഇനി ഒരിക്കലും അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ, അല്ലേ? യങ്സ്റ്റേഴ്സ് ആർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വലിയൊരു പ്രശ്നം അവർ കൊണ്ടുവന്നു. അപ്പൊ ഇനി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയും സുഖമായിട്ട് അവർക്ക് അറസ്റ്റ് ചെയ്ത് മാറ്റാം. അവിടെ എയർ പൊല്യൂഷൻ പിന്നെയും കൂടിയിട്ടുണ്ട്. കാരണം പിന്നെയും കത്തിച്ചു വിട്ടു, അല്ലെ? ബോംബ് വഴിയാണെങ്കിലും കത്തിച്ചു വിട്ടു. നേരത്തെ 1000 സിഗരറ്റ് ആണെങ്കിൽ ഇപ്പോൾ 10,000 സിഗരറ്റോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സിഗരറ്റ് വലിക്കുന്ന രീതിയിൽ അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അപ്പന്മാരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. എന്നിട്ട് കുറെ മീഡിയാസ് ജസ്റ്റ് സ്ലേവറി ഡോഗ്സ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഞാൻ ഒരു പട്ടിനെ വളർത്തി കഴിഞ്ഞാൽ ആ പട്ടി എനിക്ക് വേണ്ടി എന്തും ചെയ്യും. അതുപോലെ ഓരോ പാർട്ടിക്കും ഓരോരോ മീഡിയാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. ആ കുര കേൾക്കാൻ കുറെ നോർമൽ ആയിട്ടുള്ള വേബ്സ് ആയിട്ടുള്ള മനുഷ്യരിവിടെ അങ്ങനെ വിഡ്ഢികളായിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെറിയൊരു തലച്ചോറുള്ളവർക്കൊക്കെ മനസ്സിലാകും. ഓക്കെ, പക്ഷെ അവരുടെ അടിമയായിട്ട് അവരുടെ മുണ്ടും പൊക്കി നടക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല, വിഡ്ഢികൾക്ക്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും കോമഡിയാണ് ഇവിടുത്തെ കാര്യം. കാരണം നമ്മൾ റിലാക്സ് വേഴ്സസ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിട്ടും. അമേരിക്ക അല്ലെങ്കിൽ പറയുന്ന ബിൽ ഗേറ്റ്സ്, ഡൊണാൾഡ് ട്രംപ്, എലോൺ മസ്ക് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി അതിന് പ്രൊട്ടസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഓക്കെ, കാരണം അവരുടെ പ്ലാൻ, ഓക്കെ, അവിടെയുള്ള അവരുടെ പ്ലാൻ. കാരണം ഐ ഹാവ് എ തേർഡ് ഐ, അതോടൊപ്പം മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ ജസ്റ്റ് കോമൺ സെൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഹാക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ പിണറായി കുട്ടൻ പറഞ്ഞു 342 മില്യൺ പോപ്പുലേഷനുള്ള അമേരിക്കനായിട്ടാണ് 3.5 കോടി പോപ്പുലേഷനുള്ള കേരളത്തിനായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധി. എന്നിട്ട് പറഞ്ഞു ശിശു മരണപ്പെടുന്നത് അവിടെ 5.6%, ഇവിടെ 5% നമ്മൾ അവരെയും വെട്ടിച്ചു. ഓക്കെ, അമേരിക്കയിലും വെട്ടിച്ചു. അമേരിക്കൻ വെട്ടിച്ചൊരു കാര്യമുണ്ട്, കടം എടുക്കലില്ല. ഇപ്പോ $36.5 ട്രില്യൺ അമേരിക്കക്ക് കടമുണ്ട്, നമുക്ക് 6 ലക്ഷം കോടിയുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ഈ അണികൾ എന്ന് പറയുന്ന കുറെ വിഡ്ഢികളുണ്ട്. അണികൾ, അതെ ഞങ്ങളെ സാറ്, ഞങ്ങളുടെ മുതലാളി, എന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ തന്നെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും പിണറായി വിജയന്റെ പേരക്കടാവൊന്നും വിഷമടങ്ങിയ പ്രായവും വിഷമടങ്ങിയ ഭക്ഷണവും വെള്ളമൊന്നും ആയിരിക്കില്ല കുടിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം മോദിയും ഇതൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈ അണികള്, വിഡ്ഢികളായ അണികളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, അവരിങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഫണ്ട് തന്നെയാണ്. കാരണം ഇതെല്ലാം തമാശയല്ലേ, കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളം കൈ തന്നെ നിന്ന് കാണിക്കുന്ന തമാശകളാണ്.